ഹായ് ഡിയർ ഫ്രണ്ട്സ്, പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കുന്ന നല്ല രുചികരമായ ഒരു പൂ കേക്കാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ. ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ഒരു പാത്രത്തിലേക്ക് 1.5 കപ്പ് ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ മൈദയോ എടുക്കാം. ഗോതമ്പ് പൊടിയാണെങ്കിൽ ഒട്ടും തരിയില്ലാത്ത പൊടി നോക്കിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് 3 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കളറിനായി അല്പം മഞ്ഞൾപ്പൊടിയും ടേസ്റ്റിനായി ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നല്ല ഒരു ടേസ്റ്റും ഫ്ലേവറും കിട്ടാനായിട്ട് അല്പം പെരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. മാവ് നല്ല സോഫ്റ്റും നല്ല പ്ലഫിയും ആകാനായിട്ട് 1/2 ടീസ്പൂൺ സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി ചേർത്ത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു ചപ്പാത്തിയുടെ പരുവത്തിന് നമുക്ക് കുഴച്ചെടുക്കാം. ഡ്രൈ ആകാതിരിക്കാൻ അല്പം ഓയിൽ തടവി കൊടുത്ത ശേഷം മാവ് നല്ല സെറ്റായിട്ട് വരാനായിട്ട് 15 മിനിറ്റ് നേരം അടച്ചു വയ്ക്കാം. ഇപ്പോൾ 15 മിനിറ്റ് നേരം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ മാവിനെ ചപ്പാത്തിക്ക് എന്ന പോലെ അത്യാവശ്യം വലിപ്പമുള്ള ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം. അങ്ങനെ മാവ് മുഴുവനും ഉരുളകളാക്കിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ഓരോന്നായി എടുത്ത് ചപ്പാത്തി പലകയിലോ അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിലോ വെച്ച് നമ്മുടെ കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കണം. ഒരുപാട് കട്ടി കുറച്ച് പരത്തണ്ട, അത്യാവശ്യം ചെറിയ കട്ടിയിൽ വേണം നമ്മൾ പരത്തിയെടുക്കാൻ. എന്നിട്ട് ഒരു കത്തിയോ മറ്റോ ഉപയോഗിച്ച് പൂവിൻ്റെ ഇതളുകൾ പോലെ നടുവിലായിട്ട് കുറച്ച് സ്പേസ് വിട്ടിട്ട് ഇതുപോലെ ചെറിയ വെട്ടുകൾ കൊടുക്കാം. ഇനി ഈ കട്ട് ചെയ്ത ഭാഗം ഇതുപോലെ കൂട്ടിപ്പിടിച്ച് ഒട്ടിച്ച് വലിച്ചു കൊടുത്താൽ മതി. പതിയെ വേണം ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് പൂക്കളുടെ ഇതളുകൾ പോലെയുള്ള ഒരു ഷേപ്പ് കിട്ടും. ഇതൊരു വാഴയിലയിലേക്ക് വെക്കാം. അതാവുമ്പോൾ ഇത്തിരി നേരം ഇരുന്നാലും ഒട്ടിപ്പിടിക്കത്തില്ല, എടുക്കാൻ എളുപ്പമുണ്ട്. ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ ആക്കിയെടുക്കാം. മുഴുവനും നമ്മൾ പൂവിൻ്റെ ഷേപ്പിലാക്കിയിട്ടുണ്ട്. ഇനി എണ്ണയിലിട്ട് വറുത്തെടുക്കാം. ഒരു പാൻ ചൂടാകാനായിട്ട് വെക്കാം. ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. തിളച്ച എണ്ണയിൽ കൈ കൊള്ളാതിരിക്കാൻ വറുത്തു കോരുന്ന തവിയിൽ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് പതിയെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ആദ്യം 1-2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നീട് ലോ ടു മീഡിയം ഫ്ലെയിമിലും വെച്ചിട്ട് നമുക്കിത് വറുത്തെടുക്കണം. ഉള്ളിലുള്ള ഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് വരാനാണ്. ഇടയ്ക്കിടയ്ക്കൊക്കെ നമുക്കിതൊന്ന് തിരിച്ചു മറിച്ചുമൊക്കെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നന്നായി മൊരിഞ്ഞ് ഒരു ഗോൾഡൻ നിറമാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. ഫ്രണ്ട്സ്, നമ്മുടെ ആദ്യത്തെ സെറ്റ് പൂ കേക്ക് റെഡി ആയിട്ടുണ്ട്.
ബാക്കിയുള്ളതും കൂടി നമുക്ക് വേഗം വറുത്തെടുക്കാം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ അട്ടിപ്പൊളി ഈസി പൂ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കാണാൻ നല്ല ഭംഗിയാണ്, കഴിക്കാൻ നല്ല രുചികരവും ഉണ്ടാക്കാൻ വളരെ എളുപ്പവുമാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ഇതുപോലെയുള്ള ഈസി ടേസ്റ്റി ആൻഡ് സിമ്പിൾ റെസിപ്പീസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്നുകൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. അപ്പോൾ മറ്റൊരു പുതിയ സ്പെഷ്യൽ ഐറ്റവുമായി വീണ്ടും വരാം. താങ്ക്